നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷുഫലം പൂരം നക്ഷത്രമാണ്. 2025 വിഷു സംക്രമണം പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികം, തൊഴിൽ, കുടുംബജീവിതം എന്നിവയിൽ സാമാന്യം അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചില വെല്ലുവിളികളും അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തുടർന്ന് കാണുക. ആദ്യത്തേത് സാമ്പത്തികവും തൊഴിൽപരവുമായ നേട്ടങ്ങളാണ്. ധനലാഭവും വരുമാന വർധനയും ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. ദീർഘകാല സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ കാലമാണിത്. ജോലി രംഗത്ത് ഉയർച്ചയുണ്ടാകും. സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്തങ്ങൾ, സ്ഥിരത എന്നിവ ലഭിക്കും. തൊഴിലില്ലാത്തവർക്ക് താൽക്കാലിക അവസരങ്ങൾ കൈവരിക്കാം. ആരോഗ്യവും മാനസിക സൗഖ്യവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയെന്ന് നോക്കാം. രോഗശമനം. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെടുകയോ പൂർണ്ണമായും ശമിക്കുകയോ ചെയ്യാം. ശാരീരികവും മാനസികവുമായ സുഖം പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. ഇത് സംഘർഷത്തിലേക്ക് നയിക്കാതിരിക്കാൻ യുക്തിപൂർവ്വം പ്രതികരിക്കേണ്ടതുണ്ട്. കുടുംബജീവിതവും സാമൂഹ്യ ബന്ധങ്ങളും ഉൾപ്പെടുന്ന ചുറ്റുപാട് നമുക്ക് നോക്കാം. ദമ്പതികൾക്ക് ഐക്യം ശക്തിപ്പെടുകയും വിവാഹമോ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും. വേർപിരിഞ്ഞവർക്ക് ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ മാറാനും സാധ്യത കാണുന്നുണ്ട്. സാമൂഹ്യ പ്രധാനമായ കാര്യങ്ങൾ, സഹോദരർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നുള്ള സഹായം ലഭിക്കും. ഇത് സാമ്പത്തികമോ വ്യക്തിപരമോ ആയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. യാത്രകളും പുണ്യകർമ്മങ്ങളും. വിദേശയാത്രയ്ക്കോ തീർത്ഥാടനത്തിനോ അവസരം ലഭിക്കും. ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനോ ആത്മീയ സമാധാനം നേടാനും സഹായിക്കും. ദാനധർമ്മങ്ങളിലോ ദേവാലയ സന്ദർശനങ്ങളിലോ ഏർപ്പെട്ടാൽ ഭാഗ്യം വർദ്ധിക്കും. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെലവുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണം കൊണ്ടുവരണം. വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകളും കൂടുകയും ചെയ്യാം. സാമ്പത്തിക യുക്തിപൂർവമായ ആസൂത്രണം ഇതിനാവശ്യമാണ്. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറെ ഗുണകരം. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഉണ്ടാകുന്ന തർക്കങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ജോലി നഷ്ടപ്പെടാനോ ബന്ധങ്ങൾ തകരാനോ ഉള്ള സാധ്യതയുമുണ്ട്. ആരാധനാ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയോ ദേവീ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുകയോ ചെയ്താൽ ശുഭഫലം ലഭിക്കും. പൂരം നക്ഷത്രക്കാർക്ക് ഏകദേശം 40 വർഷത്തിന് ശേഷം ഭാഗ്യവ്യതിയാനം സംഭവിക്കാം. ഇപ്പോൾ അനുഭവിക്കുന്ന കാലഘട്ടം അനുകൂലമാണെങ്കിൽ ഭാവിയിൽ വെല്ലുവിളികൾ വന്നേക്കും. നമ്മൾ ഈ കണ്ട പ്രവചനങ്ങൾ പൊതുവായ അസ്ട്രോളജിക്കൽ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൃത്യമായ ഫലങ്ങൾക്കായി വ്യക്തിജാതകം പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.